ഹായ് മക്കളെ, നാളെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ വൺ വേർഡ്സും ഫസ്റ്റ് 5 മാർക്കിൽ വരുന്ന എല്ലാ പ്രീവിയസും മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ വൺ വേർഡ്സും ഇൻക്ലൂഡ് ചെയ്ത ഒരു ഒറ്റ വീഡിയോ ആണ് മക്കളെ കാണുക. ട്രിബ്യൂട്ടറി ഓഫ് റിവർ കാവേരി. കാവേരിയുടെ ട്രിബ്യൂട്ടറി ആയിട്ട് വരുന്ന റിവർ ഏതാണ് മക്കളെ സെലക്ട് ചെയ്യാനുള്ളത് നോക്കിയാടാ. കാവേരിയുടെ ട്രിബ്യൂട്ടറി ആരാ? നമ്മുടെ കബനിയാണ്. ആരാ ട്രിബ്യൂട്ടറി? കാവേരിയുടെ ട്രിബ്യൂട്ടറി വരുന്ന ആരാണ്? കബനി. അടുത്ത് ഫസ്റ്റ് നാഷണൽ സ്ട്രഗിൾ ലെഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അണ്ടർ ഗാന്ധിജി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആദ്യമായി INC നടത്തിയ നാഷണൽ സ്ട്രഗിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത് മക്കളെ. ഫസ്റ്റ് നടത്തിയത് ഏതാണ്? നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആണ് ഫസ്റ്റ്. ഏറ്റവും അവസാനം ലാസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ക്വിറ്റ് ഇന്ത്യ ആണ് ലാസ്റ്റ് വരുന്നത്. ഫസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആണ് ഫസ്റ്റ്, ലാസ്റ്റ് ആണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അപ്പോൾ അവിടെ നോക്കിയാൽ എക്സാമ്പിൾ ഓഫ് സ്റ്റേറ്റ് സർവീസ്. സ്റ്റേറ്റ് സർവീസിന് എക്സാമ്പിൾ ഏതൊക്കെ? ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉണ്ട്, ഇന്ത്യൻ റെയിൽവേ ഉണ്ട്, ഇന്ത്യൻ പോലീസ് ഉണ്ട്. ഇതൊക്കെ വേറെയാണ് മക്കളെ. സ്റ്റേറ്റ് സർവീസ് മാത്രം സ്റ്റേറ്റിൽ മാത്രമേ വരത്തുള്ളൂ അപ്പോയിൻമെൻറ്റ്. സ്വാഭാവികമായിട്ടും ആരാ? അഗ്രികൾച്ചറൽ ഓഫീസറാണ് ആര് സ്റ്റേറ്റ് സർവീസിൽ വരുന്ന ഉത്തരം. അടുത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചർ ഏതാണെന്ന് ചോദിക്കുന്നത്. ഏതാണ്? ഏജ് സ്ട്രക്ചറാണ് ഇതിലുള്ളതിൽ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഏതാണ്? ഇതാണ് ഇതിലെ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ്. അടുത്ത് വിച്ച് സിറ്റി ഈസ് നോൺ ആസ് കോട്ടനോപോളിസ്. കോട്ടനോപോളിസ് എന്നറിയപ്പെടുന്ന സിറ്റി ഏതാണ് മക്കളെ? മുംബൈ ആണ്. കോട്ടനോപോളിസ് അറിയപ്പെടുന്നത് ഏതാണ്? മുംബൈ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കോട്ടനോപോളിസ്. മുംബൈ ആണ് മക്കളെ. ക്വാണ്ടിറ്റേറ്റീവ് അറിയാം നിങ്ങൾക്ക്. പിന്നെ കാവേരിയുടെ ട്രിബ്യൂട്ടറി കബനിയാണ്. അപ്പോൾ അടുത്ത് കുടുംബശ്രീ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. കുടുംബശ്രീ എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിൾ ആണ് മക്കളെ. ഇറ്റ് ഇസ് എ എക്സാമ്പിൾ ഓഫ് മൈക്രോ ഫിനാൻസ്. അതാണ് മക്കളെ മൈക്രോ ഫിനാൻസിന് എക്സാമ്പിൾ ആണ് കുടുംബശ്രീ. അടുത്ത് കുളച്ചൽ യുദ്ധം എന്ന് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അറിയാം, കുളച്ചൽ യുദ്ധം ട്രാവൻകൂർ നടന്ന യുദ്ധമാണ്. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മാർത്താണ്ഡവർമ്മ. ആരാ മക്കളെ? മാർത്താണ്ഡവർമ്മ. ബാറ്റിൽ ഓഫ് കുളച്ചൽ ഇസ് റിലേറ്റഡ് ടു മാർത്താണ്ഡവർമ്മ. കുളച്ചൽ മാർത്താണ്ഡവർമ്മ. അടുത്ത് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി ഏതാ? മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി. ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക. മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി ഏതാ? ഇതിൽ സ്വാഭാവികമായിട്ടും ഷുഗർ ഉണ്ട്, ജൂട്ട് ഉണ്ട്, കോട്ടൺ ഉണ്ട്, അയൺ ആൻഡ് സ്റ്റീൽ. സോ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാൻ പറ്റും ഏതാണ്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയാണ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്? മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അടുത്ത് നോക്കിയേ, ഫംഗ്ഷൻ ഓഫ് പ്രൈമറി ഹെൽത്ത് സെൻ്റർ. നമ്മുടെ PHC അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ ഫംഗ്ഷൻ എന്താ? ലോ ആൻഡ് ഓർഡർ ആണോ? അല്ല. ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണോ ആശുപത്രി? അല്ല. അഗ്രികൾച്ചർ പ്രൊമോട്ട് ചെയ്യാനാണോ ആശുപത്രി? അല്ല. പ്രൊവൈഡ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ്. അപ്പോൾ ആശുപത്രി എന്തിനാ? ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആശുപത്രി. സോ പ്രൈമറി ഹെൽത്ത് സെൻ്റർ വരുമ്പോൾ ഏതാണ്? പ്രൊവൈഡ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ്. സിമ്പിൾ വൺ വേർഡ്സ് ആണ് മക്കളെ. പഠിച്ചോളൂ, ഇപ്പോഴേ പഠിച്ചു പോവുക. അടുത്ത് ഐഡന്റിഫൈ ദ പ്ലേസ് വെയർ പഴശ്ശിരാജ ലെഡ് ദ റിവോൾട്ട്. പഴശ്ശിരാജ എവിടെയാണ് തൻ്റെ വിപ്ലവങ്ങൾ നയിച്ചത്? എവിടെയാണ് മക്കളെ? മലബാറിലാണ് പഴശ്ശിരാജ തൻ്റെ റിവോൾട്ടുകൾ നയിച്ചത്. എവിടെയാണ്? മലബാറിൽ. അടുത്ത് മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ദ ഫോട്ടോസ് ഓഫ് എർത്ത് ടോപ്പോഗ്രഫി യൂസിങ് ക്യാമറാസ് ഫ്രം ദ ഗ്രൗണ്ട്. അപ്പം ഒന്നുകൂടെ വായിക്കാം. ഒബ്റ്റെയിനിങ് ദ ഫോട്ടോസ് ഓഫ് എർത്ത് ടോപ്പോഗ്രഫി യൂസിങ് ക്യാമറാസ് ഫ്രം ദ ഗ്രൗണ്ട്. ഏതാ മക്കളെ? ഇഷ്ടം പോലെ ഉണ്ട്. ഏരിയൽ റിമോട്ട് സെൻസിംഗ് ഉണ്ട്, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിംഗ് ഉണ്ട്, പാസീവ് റിമോട്ട് സെൻസിംഗ് ഉണ്ട്, ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി ഉണ്ട്. അപ്പോൾ ഇതിൽ ഇത്തരം വരുന്ന ഏടാ? ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി ആണ്. എന്താണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി? അടുത്ത് എക്സാമ്പിൾ ഓഫ് ഓൾ ഇന്ത്യ സർവീസ്. ഓൾ ഇന്ത്യ സർവീസിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ റിപ്പീറ്റഡ് ചോദിച്ച ക്വസ്റ്റൻ ആണ്. കണ്ടോ, ഓൾ ഇന്ത്യ സർവീസിൻ്റെ എക്സാമ്പിൾ ഇതിൽ വരുന്നത് IPS അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസ് സർവീസ് ആണ് ഇതിലെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇന്ത്യൻ പോലീസ് സർവീസ്. അടുത്ത് വിച്ച് അമംഗ് ദ ഫോളോയിങ് കൺട്രി വാസ് എ മെമ്പർ ഓഫ് ട്രിപ്പിൾ എൻറ്റിറ്റി. ട്രിപ്പിൾ എൻറ്റിറ്റിയിൽ മെമ്പർ ആയിട്ടുള്ള ആരാണ്? ഇതിലുള്ളതിൽ മെമ്പർ ആയിട്ടുള്ള ആരാണ് മക്കളെ? ഇറ്റലി, ഫ്രാൻസ് ആണ് ഇതിൽ മെമ്പർ. ആരാണ്? ഫ്രാൻസ് ആണ് ട്രിപ്പിൾ എൻറ്റിറ്റിയിൽ മെമ്പർ. ബ്രിട്ടൻ വരുന്നുണ്ട്, പിന്നെ ഫ്രാൻസും ഏതിലെ മെമ്പറാണ്? നമ്മുടെ ട്രിപ്പിൾ എൻറ്റിറ്റിയിലെ മെമ്പറാണ്. അടുത്ത് മേജർ സീസൺ എക്സ്പീരിയൻസ്ഡ് ഡ്യൂറിങ് 23rd September to 22nd December ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്ത് ഹെമിസ്ഫിയറിൽ 23 സെപ്റ്റംബർ മുതൽ 22 ഡിസംബർ വരെ ഏത് സീസൺ ആയിരിക്കും? ആ ടേബിൾ ഉണ്ട്, ടെക്സ്റ്റിൽ കൃത്യമായിട്ടൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ കൃത്യമായി പഠിക്കുക. ഉത്തരം ഓട്ടം സീസണാണ് മക്കളെ. ഓട്ടം സീസണാണ് ഇതിൽ 23 സെപ്റ്റംബർ മുതൽ 22 ഡിസംബർ വരെ ഓട്ടമായിരിക്കും. അതിനുശേഷം 22 ഡിസംബർ മുതൽ മാർച്ച് 21 വരെ വിൻ്റർ ആയിരിക്കും നോർത്തിൽ. അപ്പോൾ അത് ഇതിൻ്റെ ഉത്തരം ഏതാണ്? ഓട്ടമാണ് ഇതിൻ്റെ ഉത്തരം. 22 സെപ്റ്റംബർ മുതൽ 23 സെപ്റ്റംബർ മുതൽ 22 ഡിസംബർ വരെ ഏതായിരിക്കും മക്കളെ? ഓട്ടമായിരിക്കും നമുക്ക് ഇവിടെ നോർത്ത് ഹെമിസ്ഫിയറിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ. അടുത്ത് ലാർജസ്റ്റ് ഓയിൽ ഫീൽഡ് ഇൻ ഇന്ത്യ. എല്ലാവരും കാണുമ്പോൾ തന്നെ ഡിഗ് ബോയ് അടിച്ചു വയ്ക്കും. തെറ്റാണ് മക്കളെ. മുംബൈ ആണ് ലാർജസ്റ്റ് ഓയിൽ ഫീൽഡ് ഇൻ ഇന്ത്യ. മുംബൈ ഹൈ ആണ് ലാർജസ്റ്റ് ഓയിൽ ഫീൽഡ് ഇൻ ഇന്ത്യ. മറക്കാതിരിക്കുക. അടുത്ത് ഹു വാസ് എ പ്രസിഡന്റ് ഓഫ്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ, റിപ്പീറ്റഡ് ആണ്. ലാഹോർ സെഷനിൽ 1929 ലാഹോർ സെഷനിൽ പ്രസിഡന്റ് ആയിരുന്നത് ആര്? ആരാ മക്കളെ? ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പോൾ 29 ലാഹോർ സെഷനിൽ INCയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ജവഹർലാൽ നെഹ്റു. അടുത്ത് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് നാഷണൽ ലെവൽ ടു പ്രിവെന്റ് കറപ്ഷൻ. അഴിമതി തടയാൻ നാഷണൽ ലെവലിലുള്ള നമ്മുടെ ഒരു സ്ഥാപനമാണ് അത് ലോക്പാൽ. ആരാ മക്കളെ? ലോക്പാൽ. ലോകായുക്തയല്ല, ലോക്പാലാണ്. മാറിപ്പോല്. അപ്പോൾ നാഷണൽ ലെവലിൽ നമ്മൾ കറപ്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു സ്ഥാപനമാണ് ലോക്പാൽ. അടുത്ത് നമ്പർ ഓഫ് പീപ്പിൾ നിയർ ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ വരുന്ന നമ്പർ ഓഫ് പീപ്പിൾ നമ്മൾ പറയുന്ന പേരാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ഏതാണ്? ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ വരുന്ന ആൾക്കാരുടെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ.
അടുത്ത് എന്താ വിച്ച് ദ ഫോളോയിങ് പെക്യുലാരിറ്റി ഓഫ് വിന്റർ സീസൺ. വിന്റർ സീസണിൽ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? മാംഗോ ഷവർ, കാൽബൈശാക്കി, ഹോട്ട് വിൻഡ്, ഒന്നുമല്ല. നമുക്കറിയാം വിന്റർ സീസണിൽ നമ്മൾ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് വഴി നോർത്തിൽ എന്ത് വരുന്നുണ്ട്? കുറച്ച് റെയിൻഫോൾ കിട്ടുന്നുണ്ട്. അതാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ആണ് വിന്റർ സീസണിൽ ഇന്ത്യയിൽ നടക്കുന്ന കാര്യം, വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. അടുത്ത് The physiographic division known as the storehouse of minerals. Storehouse of minerals അറിയപ്പെടുന്നത് ഏതാ? നമ്മുടെ സ്വന്തം ഉപദ്വീപീയ പീഠഭൂമി അല്ലെങ്കിൽ പെനിൻസുലാർ പ്ലാറ്റ്യൂ. ആരാണ്? പെനിൻസുലാർ പ്ലാറ്റ്യൂ. അടുത്ത ലാസ്റ്റ് പോപ്പുലർ സ്ട്രഗിൾ ഓർഗനൈസ്ഡ് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാനമായിട്ട് വന്ന പോപ്പുലർ സ്ട്രഗിൾ ഏതാ? നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞതാ. ഫസ്റ്റ് ആണെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ലാസ്റ്റ് ആണെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഏത് മൂവ്മെന്റ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അടുത്ത് ഇതിൽ ഏതാണ് സിവിക് കോൺഷ്യസ്നസ് വെളിപ്പെടുത്തുന്ന ഏതാണെന്ന് നോക്കിയാൽ? എൻവയോൺമെന്റ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അല്ല, കറപ്ഷൻ ആണോ, അഴിമതി അല്ല, ഡിസൊബേ ദ ട്രാഫിക് റൂൾസ് അല്ല. ഇതെല്ലാം നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതിൽ വരുന്ന ഒരേ ഒരു കാര്യം കൺസർവേഷൻ ഓഫ് നേച്ചറാണ് സിവിക് കോൺഷ്യസ്നസ്സിൽ റിഫ്ലക്ട് ചെയ്യുന്ന കാര്യം. ഏതാണ് സിവിക് കോൺഷ്യസ് റിഫ്ലക്ട് ചെയ്യുന്നത്? ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. അത് അപ്പോൾ അടുത്ത ഓപ്ഷൻ പോലെ ചെയ്യുക. ലീഡിംഗ് റബ്ബർ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്. റബ്ബർ പ്രൊഡക്ഷൻ സ്റ്റേറ്റ് അത് മക്കളെ അറിയാമായിരിക്കും. നമ്മുടെ സ്വന്തം കേരളമാണ് ലീഡിംഗ് റബ്ബർ പ്രൊഡക്ഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇമ്പോസ് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ഏതാണെന്ന് നോക്കിയാൽ? കോർപ്പറേറ്റ് ഉണ്ട്, ലാൻഡ് ടാക്സ് ഉണ്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട്, പ്രൊഫഷണൽ ടാക്സും പ്രോപ്പർട്ടി ടാക്സുമാണ് നമ്മുടെ ആര് ഇമ്പോസ് ചെയ്യുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അത് ഇമ്പോർട്ടൻറ്റ് പഠിച്ചോളുക. ഇവിടെ ചിലപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്, സെൻട്രലോ വേറെ എന്തെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇവിടെ വരുന്ന ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ഏതാ? പ്രൊഫഷണൽ ടാക്സ് ആണ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ചുമത്തുന്ന നികുതി. ഓക്കെ. അടുത്ത് ദ ഓഥർ ഓഫ് ദി നോവൽ ദ മദർ. ആരും ശ്രദ്ധിക്കാത്തൊരു സ്ഥലത്താണ് കിടക്കുന്നത്. നമ്മുടെ റഷ്യൻ റവല്യൂഷൻ താഴെ എന്താണ് സംഭവം കിടക്കുന്നത്? നിങ്ങൾ ടെക്സ്റ്റ് കൃത്യമായി വായിക്കുക. ദ മദർ എന്ന് പറയുന്ന നോവലിൻ്റെ രചയിതാവ് മാക്സിം ഗോർക്കിയാണ്. മക്കൾ ആരാണ്? മാക്സിം ഗോർക്കി. അടുത്ത് ദ എക്സ്പെക്റ്റഡ് ആവറേജ് ഇയേഴ്സ് ഓഫ് ലൈഫ് ഓഫ് എ പേഴ്സൺ. അപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ഇയാൾ ഇത്ര വർഷം ജീവിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ലൈഫ് എക്സ്പെക്റ്റൻസി. അതാണ് മക്കളെ ലൈഫ് എക്സ്പെക്റ്റൻസി. അടുത്ത് വിച്ച് ആം ദ ഫോളോയിങ് ഇസ് ഓൾ ഇന്ത്യ സർവീസ്. അപ്പോൾ ഇത്ര ഇഷ്ടം പോലെ റിപ്പീറ്റ് ആയ മക്കളെ കണ്ടല്ലോ. ഇപ്പോൾ തന്നെ 3-4 ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയി. ഓൾ ഇന്ത്യ സർവീസിന് ഒരു എക്സാമ്പിൾ ഏതാ? ഇന്ത്യൻ പോലീസ് സർവീസ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്ത് ദ മേജർ സീസൺ എക്സ്പീരിയൻസ് ഇൻ നോർത്ത് ഹെമിസ്ഫിയർ ഡ്യൂറിങ് 22 ഡിസംബർ ടു 21 മാർച്ച്. നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ അടുത്ത് വേറൊരു വെർഷനാണ്. നേരത്തെ നമ്മൾ ഇവിടെ ചെയ്ത ക്വസ്റ്റ്യനാണ്. നേരത്തെ ചോദിച്ചത് 23 സെപ്റ്റംബർ മുതൽ 22 ഡിസംബറാണ്. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് 22 ഡിസംബർ മുതൽ മാർച്ച് 21 വരെ. ഏതാണ് മക്കളെ? വിന്റർ സീസൺ ആയിരിക്കും നോർത്തിൽ വരുന്നത്. ഏതാണ്? വിന്റർ സീസൺ. കൂടാതെ സമ്മർ സോൾസ്റ്റീസിൻ്റെയും വിന്റർ സോൾസ്റ്റീസിൻ്റെ ഡേറ്റ് കൂടെ പഠിച്ചു വയ്ക്കുക. സമ്മർ സോൾസ്റ്റീസ് ജൂൺ 21 മക്കളെ. സമ്മർ സോൾസ്റ്റീസ്. വിന്റർ സോൾസ്റ്റീസ് വരുമ്പോൾ ഏതാണ്? ഡിസംബർ 22 വിന്റർ സോൾസ്റ്റീസ്. മറക്കാതെ പഠിക്കുക. അടുത്ത ഫാദർ ഓഫ് സോഷ്യോളജി. അറിയാം, അഗസ്റ്റേ കോംറ്റെ ആണ് ഫാദർ ഓഫ് സോഷ്യോളജി. അഗസ്റ്റേ കോംറ്റെ ഫാദർ ഓഫ് സോഷ്യോളജി. അപ്പോൾ ഒന്നും കൂടെ നോക്കുക. ലോക്കൽ ടൈം ഓഫ് വിച്ച് ലോങ്കിറ്റ്യൂഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് എടുക്കുന്ന ലോങ്കിറ്റ്യൂഡ് ഏതാ? നമുക്കറിയാം 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. 82 ഡിഗ്രി ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷം? 1917. നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, 1917. അടുത്ത് ഹു എൻഷോർസ് ദ വെയിറ്റ് ആൻഡ് മെഷർ സ്റ്റാൻഡേർഡ്സ്. വെയിറ്റും മെഷറിൻ്റെ സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുന്ന ആരാ? നമ്മുടെ ലീഗൽ ആൻഡ് മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്ത്യയുടെ ലീഗൽ ആൻഡ് മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ആര് നിശ്ചയിക്കുന്നത്? വെയിറ്റ് ആൻഡ് മെഷർ സ്റ്റാൻഡേർഡുകളെ നിർണ്ണയിക്കുന്നത്. ദ പ്ലേസ് റിസീവിംഗ് ഹയസ്റ്റ് റെയിൻഫോൾ റിസീവ് ചെയ്യുന്ന പ്ലേസ് ഏതാ? ചിറാപുഞ്ചിയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും ആരാണ് ചിറാപുഞ്ചി. അപ്പോൾ ഇത്രയും 1 വേർഡ്, ഏകദേശം 30-40ഓളം 1 വേർഡുകൾ പ്രീവിയസ് ആണ്. ഇഷ്ടംപോലെ ആണ് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് തന്നെ വയ്ക്കാൻ മക്കളെ. ഇത് തന്നെ ഇതിൻ്റെ മോഡലായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ആദ്യത്തെ 5 മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറയാൻ പോകുന്ന കുറച്ച് നിങ്ങൾ പഠിച്ച് വയ്ക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ജോഗ്രഫിയിലോ നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ട്രാൻസ് ഹിമാലയാസ് ആൻഡ് ഹിമാലയസ്. ഹിമാലയത്തിൻ്റെയോ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു വയ്ക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ഹിമാലയൻ ആൻഡ് പെനിൻസുലർ റിവേഴ്സ്. ഹിമാലയൻ റിവേഴ്സിൻ്റെയും പെനിൻസുലർ റിവേഴ്സിൻ്റെയും ഡിഫറൻസ് കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കുക. റീസൺ ഫോർ സീസൺ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം. നമ്മുടെ റൊട്ടേഷൻ, റെവല്യൂഷൻ, അപ്പ് ആൻഡ് മൂവ്മെന്റ് ഓഫ് ദി സൺ, ഇതൊക്കെ എന്തിൻ്റെ റീസൺസ് ആണ്? നമ്മുടെ സീസൺ ഉണ്ടാകാനുള്ള റീസൺസ് ആണ്. അത് പഠിച്ചു വയ്ക്കുക. പിന്നെ ഡേറ്റ്സ് ഓഫ് ഈ സീസൺ എവിടെയൊക്കെ ഉണ്ടാകുന്ന ഡേറ്റുകൾ, പെരിഹീലിയൻ എന്ന, അബ്ഹീലിയൻ എന്ന, സമ്മർ സോൾസ്റ്റിസ് എന്ന, വിന്റർ സോൾസ്റ്റിസ് എന്ന എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി അതും പഠിച്ചു വയ്ക്കുക. അടുത്ത് ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ സീസൺസ് ഇൻ ഇന്ത്യ. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത് പഠിക്കാനുള്ളത് കൺവെൻഷണൽ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സിനെ കുറിച്ച് പഠിക്കുക. ബഡ്ജറ്റ്, GST, ടാക്സ്, ആ ചാപ്റ്ററിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക് എക്സ്പെൻഡിച്ചറിലാണ് ബഡ്ജറ്റ്, GST, ടാക്സ് എല്ലാം വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അഡ്വാൻറ്റേജ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് നമ്മുടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പോപ്പുലേഷൻ ഗ്രോത്ത്, ആ ചാപ്റ്ററിൽ വരുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പോപ്പുലേഷൻ ഗ്രോത്ത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിൽ വരുന്ന ചാപ്റ്ററാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കും. ഇത്ര ഏകദേശം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് കൃത്യമായി നിങ്ങൾ പഠിച്ച് തന്നെ വയ്ക്കുക. നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഏതാ? നമ്മുടെ ഈ ഒരു ടേബിളും
ഈ 2 ടേബിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഇത് നമ്മുടെ സെൻട്രൽ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗവൺമെൻറ്റും അവ ചോദിക്കുന്ന ടാക്സുമാണ്. ഇത് എക്സാമ്പിൾ നിങ്ങൾ വൺ വേർഡ് കണ്ടപ്പോൾ തന്നെ കണ്ടാണ്, ഇഷ്ടം പോലെ അവിടെ ചോദിച്ചിട്ടുണ്ട്. ഇത് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ചിലപ്പോൾ വൺ വേർഡ് ചോദിച്ചാൽ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഇത് നമുക്ക് ചോദിക്കാം. വർക്ക്സ് ഓതേഴ്സ് അവ ഏത് ലാംഗ്വേജ് എഴുതിയിട്ടുള്ള ഇത് എന്ത് ചെയ്യുക, ഒരിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് തന്നെ വയ്ക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മക്കളെ. എല്ലാവരും കൃത്യമായി പഠിക്കുക.